നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ കൊച്ചിയിൽ നിന്നും കണ്ണൂരേക്ക് പോവുകയാണ്. ഒരു 4 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ മാസം തന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സീറ്റൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടുമിക്ക തവണ ഞാൻ RAC-യിൽ കിടന്ന് തൂങ്ങിയാണ് പോവാറ്. RAC എന്ന് പറയുമ്പോൾ 2 പേരുണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കേണ്ടി വരും. ഒന്നാമത് ഉറക്കക്ഷീണം, അതിൻ്റെ മുകളിൽ ശരീരം വേദന. അന്ന് പിറ്റേന്ന് ഞാൻ വീട്ടിലെത്തിയ പിന്നെ ആ ദിവസം ഫുൾ ഉറക്കവും ഒരുമാതിരി ബുദ്ധിമുട്ടും ആയിരിക്കും. ഇത് ആദ്യമേ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഈ മിസ്റ്റ് നല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. പിന്നെ ഈ ഒരു ജുംക്ക എടുത്തു. കുറച്ച് സാധനങ്ങൾ എന്തിനാണോ ഞാൻ വാരിക്കെട്ടി പോകുന്നത്, എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകും, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇതൊക്കെ കൊണ്ടുപോവാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, യെസ്, എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ ട്രെയിനിൽ പോകാൻ വേണ്ടി വാങ്ങിച്ച ഒരു സാധനമാണിത്. എനിക്ക് ചെവിയിൽ കാറ്റടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. രാവിലെ ഈ രാത്രി അങ്ങനെയൊക്കെ ഭയങ്കര വിൻഡോ സീറ്റ് ഇരുന്നാൽ പോലും എനിക്ക് കാറ്റടിക്കുമ്പോൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ചെവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണത്. അതിടുമ്പം കമ്മലൊരു തടസ്സമാകുന്നതുകൊണ്ടാണ് ഞാൻ കമ്മലൂരി മാറ്റിയത്. ഇതെൻ്റെ ഫ്രണ്ട് കോളേജിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. നല്ല ഭംഗിയില്ല. എൻ്റെ ആമാടപ്പെട്ടിയുടെ താക്കോലായിട്ട് ഞാനിപ്പോൾ അത് വെച്ചേക്കാണ്, കീ ചെയിൻ. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് റെഡിയാകാണ്. ഈ രാത്രിയൊക്കെ പോകുമ്പോൾ എനിക്ക് അധികം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല, ഞാനൊന്നും ചെയ്യാറില്ല. ലിപ്സ്റ്റിക് ഇടും, മോയ്സ്ചറൈസർ ഇടും, അത്രേ ഉള്ളൂ. പിന്നെ രാത്രിയില്ലേ, എനിക്കിഷ്ടമല്ല രാത്രി മേക്കപ്പും ചെയ്ത് പോകാൻ. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. എൻ്റെ ട്രെയിൻ 11:30-ക്കാണ്. ഞാനൊരു 10:10 പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണം. അപ്പോൾ ഫുഡ് നേരത്തെ വരും. ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പോകാമെന്ന് കരുതി. ചോറ്, മീൻകറി, കോവക്ക വറവ്, മോരുകറി എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബാക്കി ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ രാത്രി എനിക്ക് ആദ്യം പലഹാരമായിരുന്നു തോന്നുന്നത്. ഇപ്പോൾ ഞാനത് മാറ്റിയിട്ട് ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ചോറാണ് തരിക. അങ്ങനെ വീണ്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് വെള്ളം. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ നിന്ന് തന്നെ ചൂടാക്കി കൊണ്ടുവന്ന് കരുതി. അങ്ങനെ ആകുമ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് സ്ലീപ്പറിൽ യാത്ര ചെയ്യുമ്പം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് പുതപ്പില്ലാണ്ട് എനിക്ക് സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം വെച്ചാൽ എനിക്ക് അധികം കാറ്റ് ഇഷ്ടമല്ല, എനിക്കധികം തണുപ്പ് ഇഷ്ടമല്ല. അപ്പോൾ സ്ലീപ്പറിൽ എപ്പോഴും അപ്പർ ബർത്താണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പർ ബർത്ത് ആകുമ്പം കുറച്ച് അത്യാവശ്യം തണുപ്പ് അടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പുതക്കാൻ വേണ്ടി ഞാൻ പുതപ്പൊക്കെ എടുത്തു ഓൾ സെറ്റായി പോകാൻ നിൽക്കുകയാണ്. ചുറ്റും കൂരിരുട്ട്, തനിയെ ഒരു പെൺകുട്ടി ഊബർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ പുഞ്ചി കൂടി വന്നു. സാഹേബാ സാഹേബാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ വന്നു. ഞാൻ കയറി കിടന്നു. ഒരു സീരീസിൻ്റെ 2 എപ്പിസോഡ് കണ്ടു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഒറ്റ ഉറക്കമായിരുന്നു. പിന്നെ തലശ്ശേരി എത്തിയപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓടി ബസ് ചെന്ന് കയറി. സീറ്റ് കിട്ടിയായിരുന്നു, സൈഡ് സീറ്റ് കിട്ടി. മുന്നിലത്തെ ചേച്ചി ജനലൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹെഡ്സെറ്റ് എടുത്ത് ചെവി കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടിലും എത്തി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പണിക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അച്ഛൻ പോകുമ്പോൾ എപ്പോഴും അർജുന് റസ്ക് കൊടുക്കും. റസ്ക് കൊടുക്കാണ്ട് അച്ഛൻ പോകാറില്ല, എന്തെങ്കിലും കൊടുക്കും തിന്നാൻ. അങ്ങനെ അച്ഛൻ പോട്ടാ. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഹായ് എന്ത് സുന്ദരമായൊരു രാവിലെ, ഓഫീസിൽ പോകണ്ട, പണിയെടുക്കണ്ട. പിന്നെയാണ് ആലോചിച്ചത്, അയ്യോ ലീവ് ഇപ്പം തീരുവേ. അപ്പം ഞാൻ ആ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി എൻ്റെ പൂച്ചക്കുട്ടികളുടെ അടുത്തോട്ട് പോയി. 1 2 3 4 5 വി ഹാവ് 5 പൂച്ചാസ്. ഒരു പൂച്ച കരിഞ്ചി, പിന്നെ കരിഞ്ചിയുടെ 2 മക്കൾ, പിന്നെ കരിഞ്ചിയുടെ വേറൊരു മകളുടെ 2 മക്കൾ. അങ്ങനെ ടോട്ടൽ 5 പൂച്ചകളുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റോറി ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയണമെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. എനിക്ക് പൂച്ചകളെ പണ്ടുതൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു പൂച്ച മരിച്ചു പോയതിനെ തുടർന്ന് ഞാൻ ഒരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ടേ കുഞ്ഞിൽ പണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ആ കവിത വായിച്ചിട്ട് ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ പൂച്ച മരിച്ചതിൻ്റെ ഒരു വിഷമമൊക്കെ കൊണ്ട് പിന്നെ ഞാൻ പൂച്ചകളെ അധികം അങ്ങോട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കാറില്ല. എന്നാലും എനിക്കിഷ്ടമാണ്. ഇപ്പം വഴി കൂടെയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും പൂച്ച കണ്ടാൽ അയ്യോ എനിക്ക് പാവം തോന്നും. പിന്നെ ഈ പൂച്ചേനെ കണ്ടോ, ഇതിന് ഞാൻ തൊടുകയും വേണം, എന്നാൽ ജാട കാണിക്കുകയും വേണം. ആൾക്ക് ഇഷ്ടമായി എന്നോട് കളിക്കുന്നതൊക്കെ. എന്നിട്ട് പുള്ളിക്കാരെ വന്ന് നിൽക്കും, പിന്നെ അപ്പോൾ ജാട ഇട്ടങ്ങ് പോവും, പിന്നെ ഒക്കെ ഇടന്ന് വരുന്നതേ കണ്ടോ ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അടുത്തപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, ദൂരെ പോയി കളഞ്ഞു. അങ്ങനെ രാവിലെ അമ്മ പാലൊക്കെ വാങ്ങി എനിക്ക് രാവിലെ കോഫി ഉണ്ടാക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ കോഫി അല്ല കേട്ടോ, ഹോർലിക്സ് ആണ്. ഹോർലിക്സ് എന്ന് ഇമേജ് സെർച്ച് ചെയ്ത് വന്നില്ല. അപ്പോൾ കോഫി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ബസ് പോകണം, ബസ്. തൽക്കാലത്തേക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ ബൈ.